ഹായ്, എല്ലാവർക്കും സോൺ ഓഫ് ഡോണോ കുക്കിംഗ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു സ്പെഷ്യൽ കുഴിച്ചിട്ടൊരു ബീഫുമായിട്ടാണ്. അത് നമ്മൾ പ്രിപ്പയർ ചെയ്ത് തരുന്നത് നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, രാജേഷ് കുട്ടെന്നാണ് പേര്. ആളാണിത് നമുക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ കുറച്ച് പണികളുണ്ട്. അപ്പോൾ കുറേ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിപ്പോൾ പോകുന്നത് രാജേഷ് കുട്ടൻ്റെ അങ്കിളിൻ്റെ കൃഷി സ്ഥലത്തേക്കാണ്. അത് ഒരു പറമ്പും പാടവും കൂടിച്ചേർന്നൊരു സ്ഥലമാണെന്നാണ് പറഞ്ഞത്. നല്ല മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ നല്ലൊരു തോടെല്ലാം കാണുന്നുണ്ട്, നല്ല ശുദ്ധമായ വെള്ളം. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. ഇതാണ് രാജേഷ് കുട്ടൻ പറഞ്ഞ കൃഷി സ്ഥലം. അപ്പോൾ ഇവിടെയാണ് നമ്മൾ നമ്മുടെ ബീഫ് പ്രിപ്പയർ ചെയ്യുന്നത്. നല്ല മനോഹരമായിട്ടുള്ള സ്ഥലം തന്നെയാണ്. ഇവിടെ രാജേഷിൻ്റെ അങ്കിള് കൃഷിയെല്ലാം നടത്തുന്നുണ്ട്. പകുതി ഭാഗത്താണ് നടത്തുന്നത്. ആൾ പറഞ്ഞത് രാത്രിയിൽ പന്നിയെല്ലാം ഇറങ്ങും, പകലാണെങ്കിൽ മയിലിൻ്റെ ശല്യം. ഞങ്ങളിപ്പോൾ വരുമ്പോൾ തന്നെ ഇവിടെ ഒരു 5-8 മയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മൾ വന്ന് നമ്മുടെ സൗണ്ട് കേട്ടപ്പോൾ പോയതാണ്. ഇവിടെ കുറച്ച് ഐസൊലേറ്റഡ് ആയിട്ടുള്ള സ്ഥലമാണ്. അടുത്ത് വീടുകളൊന്നുമില്ല. കൃഷി സ്ഥലങ്ങളും റബ്ബറും മാത്രമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എന്തായാലും നമ്മൾ രാജേഷിൻ്റെ അങ്കിളിൻ്റെ കുറച്ച് പണി ആയുധങ്ങളെല്ലാം എടുത്ത് നമ്മൾ നമ്മുടെ പണി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നമ്മളെ സഹായിക്കാൻ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല ഹാർഡ് വർക്കിലാണ്. അപ്പോൾ നമുക്ക് കുറച്ച് കനൽ കിട്ടിയിട്ടുണ്ട്. പഴയ താരം ഇവിടെ കത്തിച്ച് പോയതാണ്. അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളിവിടെ പുതിയൊരു സ്ഥലത്താണ് നമ്മൾ തീ കത്തിക്കുന്നത്. അപ്പോൾ തീ കത്തി പിടിക്കാൻ കുറച്ച് സമയമെടുക്കും. അതിനുവേണ്ടി നമ്മൾ കുറച്ച് കർപ്പൂരമെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. അത് നല്ലതാണ് തീ പെട്ടെന്ന് കത്തി പിടിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ കുഴി കുഴിച്ചു. ഇനി നമ്മളിങ്ങനെ അടിയിലേക്കുള്ള കനലിന് വേണ്ടിയിട്ട് തീ കത്തിച്ചുകൊണ്ടിരിക്കണം. ഈ കനലെല്ലാം കൂടി ആയതിന് ശേഷം മാത്രമേ നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ പറ്റുള്ളൂ. അപ്പോൾ ഈ കനലാവണ വരെ നമുക്ക് ബാക്കിയുള്ള പരിപാടികളുണ്ട്. ബീഫ് കറക്റ്റ് ചെയ്യണം, പിന്നെ ബാക്കി അരിയാനും സാധനങ്ങളൊക്കെ അതൊക്കെ ചെയ്തിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ വെയിറ്റ് ചെയ്യാണ്. കനൽ നന്നായിട്ട് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. തീയൊക്കെ കത്തിച്ചു, കുഴിയൊക്കെ കുത്തി അടിപൊളിയായിട്ട് നന്നായി കത്തണം ഇത്. അപ്പോൾ നന്നായി കത്തുന്നുള്ള പ്രതീക്ഷയിൽ നമ്മളിനി ബീഫും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബീഫ്. ഇപ്പോൾ നമ്മൾ മേടിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല എന്താ പറയാ, നെഞ്ചിന്റെ ഭാഗമാണ്. നന്നായിട്ട് വേവാൻ വേണ്ടിട്ടാണ്. നല്ല നെയ്യുള്ള ഒരു സാധനമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിന് നമ്മള് എല്ലാം ഊരി എടുത്തിട്ടുണ്ട്. നെയ്യുടെ ആവശ്യമില്ല ശരിക്കും. അപ്പോൾ നമ്മുടെ നമ്മളിത് ഉണ്ടാക്കണ ഈ പറമ്പിന്റെ അടുത്ത് തന്നെ ഒരു നല്ല ഒരു ചാല് പോലെ കുറച്ച് വെള്ളമൊക്കെ ഒഴുകുന്ന സ്ഥലമുണ്ട്. ഇവിടെയാണ് നമ്മൾ ക്ലീൻ ചെയ്യുന്നത്. നല്ല ശുദ്ധമായ വെള്ളമാണെന്ന് വിചാരിക്കുന്നു. വെള്ളം തന്നെയാണ് നല്ല ശുദ്ധമായ. അപ്പോൾ നമ്മളിവിടെ അത് ക്ലീൻ ചെയ്യാണ്. അടിപൊളിയായിട്ട് കഴുകിയെടുത്തേക്കാണ് നമ്മുടെ കിടിലൻ ബീഫ്. ഇനി നമ്മളിത് ചുടാനുള്ള മസാലയും സാധനങ്ങളൊക്കെ ചേർത്ത് വെക്കാൻ പോവാണ്.
നമ്മളിത് വേവിക്കണതിനൊപ്പം തന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് റോ ആയിട്ട് കുറച്ച് ക്യാരറ്റും സ്വീറ്റ് പൊട്ടാറ്റയും കപ്പയും കൂടി ഇട്ടിട്ട് സബോളയും ഇതെല്ലാം മുഴുവനോട് കൂടി ഇട്ടിട്ട് മീൻസ് അതിൻ്റെ കൂടെ വേവിക്കും. അതിൻ്റെ ഒരു ടേസ്റ്റ് സ്മെല്ലും കിട്ടാൻ വേണ്ടിയിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊരു വേറെ ടേസ്റ്റ് ആയിരിക്കും. നമുക്കിത് വരഞ്ഞു കൊടുക്കാം. നമുക്ക് മസാല ശരിക്കും പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വരഞ്ഞു. ഗാർലിക് ഇഞ്ചി പേസ്റ്റ്, കുറച്ച് ഗരം മസാല. ഇതിപ്പോൾ നമ്മളൊരു 3 കിലോൻ്റെ അടുത്ത് ബീഫുണ്ട്, അപ്പോൾ അത്രയ്ക്ക് ആവശ്യമുള്ള ഉപ്പ്. പിന്നെ എനിക്ക് കുറച്ച് നാരങ്ങ പിഴിഞ്ഞാണ്, കുറച്ച് വെളിച്ചെണ്ണ. നമുക്കത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മളിൽ മുളക് പൊടി ചേർക്കുന്നില്ല കേട്ടോ. മുളക് പൊടിക്ക് വേറെ നമ്മൾ കുരുമുളക് പൊടി ചേർക്കണം. മുളക് പൊടി വേണമെങ്കിൽ ചേർക്കാം, അപ്പോൾ കളർ റെഡ് കളറാകുന്ന കേട്ടോ. നമുക്ക് കാച്ചി പിടിക്കാം നന്നായിട്ട്, നല്ലപോലെ. കറക്റ്റ് ഉപ്പാകുമ്പോൾ ഇറച്ചിമിക്ക് പിടിക്കാൻ കുറച്ച് താമസം ഉണ്ടാവും. പിന്നെ കുറേ നേരം നമ്മൾ ബീഫ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വാങ്ങാം. കുറച്ചും കൂടി സ്ലൈസ് ആവണതാണ് നല്ലത്. ഞങ്ങൾ വാരിയലിൻ്റെ ഭാഗത്തുള്ള ബീഫാണ് വാങ്ങിയത്. അതിൽ എല്ലുകളൊന്നും ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലുള്ളത് ട്രൈ ചെയ്യാം. കുറച്ച് നെയ്യ് ഉണ്ടാവണമെന്ന് മാത്രം. നമ്മളിത് ചെയ്തു വരുമ്പോൾ നമ്മൾ ഇട്ട കഷ്ണങ്ങളിലെല്ലാം നെയ്യ് നന്നായി പിടിക്കും. ഈ കഷ്ണങ്ങളെല്ലാം നിങ്ങൾക്ക് ആവശ്യം പോലെ സെലക്ട് ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് സെലക്ട് ചെയ്യാം. കിഴങ്ങ് വർഗ്ഗങ്ങളാണ് കുറച്ചും കൂടി നല്ലത്. വെളുത്തുള്ളി നമുക്കിതുപോലെ ബീഫിൽ നമ്മൾ ഉണ്ടാക്കിയ പോക്കറ്റുകളിൽ ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവസാനം കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ അലുമിനിയം ഫോയിലാണ് വെച്ചത്. ഇനി ഇതിന് മേലെ ഒരു ഇല വെച്ചിട്ട് അതിൽ കുറച്ച് എണ്ണ ഒഴിക്കും. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫും പിന്നെ അതിൽ റോ വെജിറ്റബിൾസും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ പൊതിഞ്ഞിട്ടാണ് ചുട്ടെടുക്കാൻ പ്ലാൻ. വാഴയില ഒരു ഓപ്ഷനിലാണ്. നമുക്കിപ്പോൾ നാട്ടിലത് അവൈലബിൾ ആയതുകൊണ്ട് നമ്മളത് എടുത്തു. പിന്നെ വാഴയിലയുടെ വാടിയ സ്മെല്ലും കൂടി കിട്ടും എന്നുള്ളത് കൊണ്ടാണ് നമ്മളത് എടുത്തത്. വാഴയില കിട്ടാത്ത സ്ഥലത്താണെങ്കിൽ ഫോയിൽ പേപ്പർ മാത്രം മതി. അപ്പോൾ നമ്മുടെ ഇല നന്നായി വാട്ടിയെടുത്തിട്ടുണ്ട് കീറി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇപ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കുട്ടൻ. ഇനി അടുത്തായി നമ്മൾ അമേരിക്കൻ സാധനങ്ങളുണ്ടാക്കണം, യൂറോപ്യൻ. അവിടെ ഇത് തെറ്റല്ല.
അപ്പോൾ നമ്മുടെ തീയൊക്കെ അടിപൊളിയായിട്ടുണ്ട്, നല്ല അടിപൊളി കനലൊക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി നമ്മൾ ഇതിൽ കുറച്ച് മണ്ണിട്ട് മൂടാൻ പോവുക. അതിനുശേഷമാണ് നമ്മൾ പൊതിഞ്ഞ് കെട്ടി വെച്ചിരിക്കുന്നത് അതിൻ്റെ മേലെ വെക്കുന്നത്. ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ മണ്ണിട്ട് നമ്മൾ നേരിട്ട് കനലിലേക്ക് അടിച്ചിട്ട് ഇതാവണ്ടിരിക്കുക. കുറച്ച് മണ്ണ് കിടക്കും. ഈ മണ്ണിടുന്നതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചരലോ അല്ലെങ്കിൽ മണലോ ട്രൈ ചെയ്യാവുന്നതാണ്. അത് കുറച്ചും കൂടി എഫക്റ്റീവ് ആയിരിക്കും. അടിയിലത്തെ കനലിട്ടിട്ട് നമ്മൾ മണ്ണിട്ടിട്ട് സാധനം വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ മണ്ണിട്ട് ഒരു ലെവലിൽ മൂടിയിട്ട് ഇതിന് മുകളിൽ നമ്മൾ തീയിടും. മേലെയും നിങ്ങൾക്ക് മണൽ ഓപ്ഷൻ ട്രൈ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ആദ്യം നമ്മൾ ഒരു ലെയർ തീക്കനൽ ഉണ്ടാക്കിയതിന് ശേഷം അതിന് മേലെ ചെറിയ ലെയർ ഒരു മണ്ണിട്ടതിന് ശേഷം വീണ്ടും നമ്മൾ നമ്മുടെ ബീഫ് വെച്ച് അതിനുശേഷം വീണ്ടും ചെറിയ ലെയർ മണ്ണിട്ടതിന് ശേഷം നമ്മൾ അതിന് മേലെ തീ വെച്ച് കത്തിക്കുകയാണ്. ഇപ്പോൾ ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കിയവർക്കൊക്കെ അറിയാം, അത് ചിലപ്പോൾ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് തീ കൂടി കഴിഞ്ഞാൽ. പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെയുള്ളൊരു സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് നമ്മൾ കുറച്ച് കൂടുതൽ സമയം തീ കത്തിച്ചാലോ അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ ഫ്ലെയിം ആയാലോ നമ്മുടെ ബീഫിനെയോ അല്ലെങ്കിൽ ഇപ്പോൾ ചിക്കനെയോ അത് ബാധിക്കില്ല. ഇത് തുറന്ന് നോക്കാം, എന്താ അവസ്ഥ നോക്കാം. അതിൻ്റെ ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടിരിക്കുന്നതാണ് നമ്മുടെ പ്രതീക്ഷ. ആദ്യം ഇതിന് മാറ്റാം. ഇപ്പോൾ ഒരുവിധം ആയതാണ് നമ്മൾ വിചാരിക്കണേ. എടുത്തു നോക്കാം, നല്ല ചൂടുണ്ട്. നമ്മൾ ഏകദേശം ഒരു 4 മണിക്കൂർ തീ കത്തിച്ചിട്ടുണ്ട്, നല്ല ഫ്ലെയിമിൽ തന്നെ കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷമാണ് നമ്മളത് എടുത്ത് നോക്കുന്നത്. നല്ല ഇരുട്ടായി തുടങ്ങി. നമുക്കിനി ഇത് എടുത്തതിന് ശേഷം കുറച്ച് സമയം ചൂട് പോകാൻ വേണ്ടി വെച്ചതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മൾ തുറക്കാൻ പോവാണ്. നല്ല ചൂടൊക്കെ ഉണ്ടാകത്ത്, നല്ല ജ്യൂസി ആയിട്ടുണ്ടെന്നാണ് നമ്മുടെ വിശ്വാസം. നിങ്ങൾക്ക് മട്ടനും ബീഫും ഇതുപോലെ ട്രൈ ചെയ്യാവുന്നതാണ്. പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന പീസിൻ്റെ വലുപ്പം അനുസരിച്ച് അല്ലെങ്കിൽ നമ്മൾ കത്തിച്ച തീയുടെ ചൂടനുസരിച്ച് ഇതിൻ്റെ സമയത്തിൽ ഏറ്റക്കുറച്ചിലുകൾ വരാം. അപ്പോൾ നമ്മുടെ ബീഫ് റെഡി ആയിട്ട് സംഭവം അടിപൊളി നല്ല ജ്യൂസി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അവിടെ പറമ്പിൽ ഭയങ്കര ഇരുട്ടാവും, ചെറിയ മഴയൊക്കെ വന്നു. അപ്പോൾ നമ്മളിപ്പോൾ വീട്ടിലേക്ക് നല്ല ലൈറ്റുള്ളോട് തീ കൊണ്ടുവന്നേക്കാണ്. അപ്പോൾ നമുക്കിനി ഇത് കട്ട് ചെയ്തൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആ തീയിൽ നല്ലോണം ബന്ധുണ്ട് ശരിയാകുന്നുണ്ട്. 4 മണിക്കൂർ മിനിമം 4 മണിക്കൂർ മിനിമം നമ്മൾ വെച്ചാലാണ് ഇത് കിട്ടുള്ളൂ. ശരിക്കും നല്ല അടിപൊളിയായിട്ട് വന്നിട്ട് നല്ല കുരുമുളകിന്റെ ഒക്കെ നല്ല എരിവൊക്കെ ഉണ്ട്, നന്നായി പിടിച്ചിട്ടുണ്ട്. കപ്പ കറക്റ്റാ. ആ നെയ്യൊക്കെ കറക്റ്റ് കപ്പയായിരിക്കും പച്ചക്കറിക്കൊക്കെ പിടിച്ചിട്ടുണ്ട്. സവോള ഉടഞ്ഞു കഴിഞ്ഞിരിക്കും അല്ലേ? ഈ ബീഫിന് ഒരു റോ ടേസ്റ്റാണ്, അതായത് നമ്മൾ സ്റ്റീക്കൊക്കെ ചെയ്ത ബീഫിൻ്റെ പോലത്തെ ഒരു ടേസ്റ്റാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള മീറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും ഇത് ഇഷ്ടപ്പെടും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ സംഭവം അടിപൊളിയാണ്. നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കി സംഭവം കിട്ടുവാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുറച്ച് സമയം വേണം, ഒരു 4-5 മണിക്കൂർ വേണ്ടി വരും. പക്ഷേ സംഭവം അതിനുള്ള ഔട്ട്പുട്ട് നമുക്ക് കിട്ടി. അപ്പോൾ ബൈ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.